എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ടർബോ തിയേറ്ററിലെത്തി. ചിത്രം ഞാനും കണ്ടതാണ്. വളരെ നല്ല ചിത്രം തന്നെയാണ്. അതിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും ആ സിനിമയുടെ ആ സ്ക്രിപ്റ്റിന് അനുസരിച്ചുള്ള വേഷങ്ങൾ വളരെ മനോഹരമായി ചെയ്തു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് രാജ്വി ഷെട്ടി. അദ്ദേഹത്തിൻ്റെ എൻട്രിയും അദ്ദേഹത്തിൻ്റെ അഭിനയവും വളരെ മനോഹരം തന്നെയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നല്ല പെർഫോമൻസ് ചെയ്തതും. സിനിമയ്ക്ക് നല്ല കഥയുണ്ട്, തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. അതിൽ ടർബോ ജോസ് ആയിട്ടുള്ള അഭിനയം വളരെ മികച്ചത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ കോക്കിന് മാത്രം എന്തുകൊണ്ടാണെന്നറിയില്ല സിനിമ പിടിക്കുന്നില്ല. ഇന്നലെ ആ സിനിമ വന്നതിന് ശേഷം സിനിമയ്ക്ക് ഒരു റിവ്യൂ അതിൽ എല്ലാ ആൾക്കാരുടെ പേരും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു. അതിൽ തന്നെ നായികയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അവരത് കൊള്ളത്തില്ല, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ തംബ്നെയിൽ ഉപയോഗിച്ചതിന് ഒരു കോപ്പിറൈറ്റ് കിട്ടി. ഇപ്പോൾ അത് അരമണിക്കൂർ മുമ്പ് റീപോസ്റ്റും കൊണ്ടുവരികയാണ്. ഇപ്പോൾ കോക്കിന് മാത്രം മലയാള സിനിമയെ എന്തും പറയാം, അല്ലെങ്കിൽ കോക്ക് പറയുന്നതാണ് മലയാള സിനിമ എന്നുള്ള ധാരണ വേണ്ട. ഇതിനു മുമ്പ് കാതൽ എന്നൊരു ചിത്രം വന്ന സമയത്തും ഇതിനെക്കാട്ടിയും മോശം രീതിയിൽ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നമുക്കൊരു ചിത്രം കാണുമ്പോൾ ചിത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ഏത് മാധ്യമത്തിലൂടെയും പറയാം. അത് റിവ്യൂ ആയിട്ടും പറയാം, റെസ്പോൺസായിട്ടും പറയാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ തിയേറ്ററിൽ വിജയകരമായ ചിത്രമായിട്ട് ഓടുമെന്ന് ഒരു 80% പേർക്കും അഭിപ്രായമുള്ള ഒരു ചിത്രത്തിനെ ഒരു വ്യക്തി മാത്രം മോശം പറയുന്നത് ശരിയായ കാര്യമില്ല. ഇന്നലെ ടർബോ എന്ന ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം ഒരു 80% ആൾക്കാരും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് കണ്ടത്. ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പ്രേക്ഷകർ, സിനിമ കണ്ടുപോയ 80% കൂടുതൽ ആൾക്കാർക്കും ചിത്രം 150 കോടി കയറും, 250 കോടി കയറുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പേര് വരെ പറഞ്ഞെടുത്ത് മറ്റു ചിലര് ചിത്രം കൊള്ളില്ല എന്നല്ല പറഞ്ഞത്, അവരുദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു ടർബോ ജോസിനല്ല എന്നുള്ളത് അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇപ്പം ഇതിൽ കോക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തും പറയാം, എനിക്കിഷ്ടമില്ലാത്തവരെ പറയാം എന്നുള്ള രീതിയാണ് കോക്ക് പിന്തുടരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ക് ചില ചിത്രങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് മോശം അഭിപ്രായം പറയുന്നുണ്ട്. ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു ചിത്രം നിർമ്മിക്കാമെങ്കിൽ ആ ചിത്രത്തിന്റെ പോസ്റ്റർ ഉപയോഗിച്ചുകൂടാ എന്നും, അഥവാ ആ ചിത്രത്തിന് വേണ്ടിയിട്ട് ചിത്രത്തെ മോശമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയും ആ കമ്പനിക്കുണ്ട്. അല്ലാതെ ഒരു ചിത്രം നിർമ്മിച്ച് മാത്രം തിയേറ്ററിൽ എത്തിയിട്ട് തിരിഞ്ഞു പോകുന്ന പരിപാടിയല്ല ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ ചെയ്യുന്നത്. അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. അപ്പോൾ അതിന് വളരെ മോശമായൊരു കമൻറ്റും കൊടുത്തിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞത് എന്തായാലും അതേപോലെ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കുമ്പോൾ അതിനെ വീണ്ടും നെഗറ്റീവ് ആക്കാനുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ നല്ലതല്ല. ഇത്തരം പോസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് റിവ്യൂ അല്ലെങ്കിൽ റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് അപകടകരമായ രീതിയിൽ പോകുന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞ 3-4 ചിത്രങ്ങളോളം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിന് ഒന്നിലധികം വിജയങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഇതിൽ ടർബോ ജോസും എന്തായാലും ബോക്സ് ഓഫീസ് തൂക്കാൻ വേണ്ടി തന്നെ തയ്യാറാക്കി പരിശ്രമത്തോടു കൂടി വന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് കോക്ക് ശ്രമിച്ചാലും ശരി ഈ ചിത്രം തിയേറ്ററിൽ വിജയിക്കുക തന്നെ ചെയ്യും. അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്, അവരൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വഴി ചെയ്തെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന് എന്തു പറഞ്ഞാലും ശരി ഇത്രയും വർഷങ്ങൾ മലയാള സിനിമയിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ, കാരണം എത്രയോ വർഷങ്ങളായി ഈ സിനിമയിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയുടെ യാതൊരുവിധ പ്ലാറ്റ്ഫോമും ഇല്ലാത്ത കാലത്ത് ഇവിടെ വന്നു നിന്ന് ഇത്രയും വർഷങ്ങൾ ഒരു മലയാള സിനിമയിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ ഇനിയും അങ്ങോട്ട് ഇതിൽ ആരുടെയും സഹായമില്ലാതെ അവർ തുടർന്ന് പൊക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. മലയാളത്തിലെ എല്ലാ നല്ല സിനിമകൾക്കൊപ്പവും മലയാള സിനിമയുടെ പ്രേക്ഷകർ കാണും. അല്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യമോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരുടെ ഒരു കൂട്ടം ആൾക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒരു നടനെയോ ഒരു സിനിമയെയോ തകർക്കാൻ, മലയാള സിനിമയിൽ തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട. അത് നടക്കാത്ത കാര്യം തന്നെയാണ്. നിങ്ങൾ എത്ര റീപോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ശരി, അതായത് റിമൂവ് ചെയ്താലും നിങ്ങൾ റീപോസ്റ്റ് ചെയ്യുമെന്ന് കോക്ക് ചെയ്താലും ശരി, നിങ്ങൾ റിമൂവ് ചെയ്യുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്തോളൂ. പക്ഷേ മലയാള സിനിമയിൽ
നല്ല ചിത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബോക്സ് ഓഫീസിൽ വിജയിപ്പിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത മലയാളത്തിൻ്റെ മഹാനടന് സാധിക്കും. അത് ഇനിയും സാധിക്കും. ഏത് റിവ്യൂ വന്നാലും എത്ര റെസ്പോൺസ് വന്നാലും അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.